നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8 നക്ഷത്രക്കാർക്ക് ഭാഗ്യമായിട്ട് ബുധൻ മാറാൻ പോകുകയാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രഹമാണ് ബുധനെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബുധനെ നമ്മൾ കണക്കാക്കുന്നത് ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും അധിപനായിട്ടാണ്. ഒരാളുടെ ജാതകത്തിൽ ബുധൻ ശുഭസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്നതാണ്. ബുധൻ കൊണ്ട് മറ്റൊരു ഗുണമുണ്ടാവുന്നത് ബിസിനസ്സിൽ ശോഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. യാത്രകളിലൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ എല്ലാം ഉണ്ടാവുന്നതും ബുധന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇങ്ങനെ 8 നക്ഷത്രക്കാരെ ബുധൻ അനുഗ്രഹിക്കാൻ പോകുന്നത് ഏപ്രിൽ 3-ാം തീയതി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് ബുധൻ എത്തുകയാണ്. ബുധൻ ഇങ്ങനെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതോടെ 8 നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ അനവധിയാണ്. പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും ശുഭകരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. ഈ 8 നക്ഷത്രക്കാരും അവർക്കുണ്ടാകുന്ന ഭാഗ്യ അനുഭവങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ഈ ഭാഗ്യ അനുഭവം ഉണ്ടാവുന്നത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമടങ്ങുന്ന മേടം രാശിക്കാർക്കാണ്. മേടം രാശിക്കാർക്ക് ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ നേട്ടങ്ങളുടേതായിരിക്കും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം കുറയുന്നതായിരിക്കും. മേലധികാരികളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഇവർക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ ശമ്പളം കുറവുള്ളിടത്തുനിന്നൊക്കെ വളരെ ഗണ്യമായ വർധനവ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അനാപത്ത് ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഇല്ലാതാവുന്നതാണ്. പണം ഒരുപാട് നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുന്നതാണ്. കുടുംബപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് അതെല്ലാം മാറി പോകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന അനവധി സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. പുതിയ ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ പദ്ധതി ഇടാനും അത് നടപ്പാക്കാനും പറ്റിയ ഒരു സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രമോഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നുള്ള പിന്തുണയൊക്കെ ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരമാവുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വൻ വിജയം നേടാൻ കഴിയും എന്നുള്ളതാണ്. കൂടാതെ ഇത് അശ്വതി, ഭരണി, കാർത്തിക സ്ത്രീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വയം വരുമാനം ആർജിക്കുവാനും പണം നിങ്ങളിലേക്ക് വന്നെത്തുവാനുമുള്ള വഴികൾ ഒരുപാട് തെളിയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. കൂടാതെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക അവസാന 1/4 ഭാഗവും രോഹിണിയും മകയിരം ആദ്യ അരഭാഗവും ചേരുന്ന ഇടവം രാശിക്കാർക്കാണ്. ഈ ഇടവം രാശിക്കാര് ബുധൻ മൂലം ഒരുപാട് നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നിയന്ത്രിക്കുന്നതാണ്. കൂടാതെ ഈ സമയത്തും നല്ല ഫലങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഏപ്രിൽ മാസം. സമ്പാദ്യത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങളെ പണം സ്വരുക്കൂട്ടി വയ്ക്കുവാനുള്ള പ്രേരണയിൽ എത്തിക്കുന്നതാണ്. ഭാവിയിലേക്കുള്ള നേട്ടങ്ങൾക്കായി പല കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ശമ്പളമൊക്കെ വർദ്ധിക്കുന്നുണ്ട്. പിതാവിന്റെ പേരില് പുതിയ സംരംഭങ്ങളൊക്കെ നിങ്ങൾ ആരംഭിക്കുന്നതാണ്. സ്വത്ത് തർക്കങ്ങളൊക്കെ നിലനിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പായി മാറുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കാതെ പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ ശരിയായ രീതിയിൽ അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. മാനസികമായിട്ടുള്ള പിരിമുറുക്കമെല്ലാം മാറുന്നതാണ് ഈ രാശിക്കാർക്ക്. മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ ഈ സമയത്ത് നിങ്ങൾ പങ്കെടുക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം മികച്ച ഒരു സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഈ സമയത്ത് കഴിയുന്നതാണ്. ഇതിനെല്ലാം പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ 1/4 ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ്. ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ, അതായത് സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. ബിസിനസ്സിലെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് നിക്ഷേപങ്ങളിലൊക്കെ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതായിരിക്കും. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്.
തൊഴിൽ രംഗത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എല്ലാം പുതിയൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് കെട്ടിപ്പടുക്കാൻ കഴിയുന്നതാണ്. ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ നിങ്ങളെ ഈ സമയത്ത് തേടിയെത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഉചിതമായത് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പഠിച്ച വിഷയമായിട്ടൊക്കെയുള്ള തൊഴിലുകൾ ലഭിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ നല്ലൊരു സമയമാണ്. തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യം വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് പണം നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട് ഈ സമയത്ത്. കുടുംബത്തിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള സമീപനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇതുവരെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.